ജനാധിപത്യ സംവിധാനത്തിൽ ജനശക്തിക്ക് മുന്നിൽ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും വാഴില്ല എന്ന് വീണ്ടും നമ്മുടെ നാട് തെളിയിച്ചിരിക്കുകയാണ്. ഈ നാടിനറിയാവുന്നതുപോലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു 5-6 വാർഡുകളിലെ ജനങ്ങളെ ആകെ വലിയ ദുഃഖത്തിലും പ്രയാസത്തിലും ആഴ്ത്തിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബൗക്കോയുടെയും ഒക്കെ ഉന്നതരായിട്ടുള്ള അഴിമതി പ്രവർത്തനങ്ങൾക്ക് കേൾവി കേട്ട ചില ഉദ്യോഗസ്ഥരുടെയും ഈ കെട്ടിടമുടമയുടെയും ദുഷ്ടലാക്കോട് കൂടിയുള്ള പ്രവൃത്തി ജനക്ഷേമ പദ്ധതികളുമായി അടുത്ത തലമുറയുടെ ജീവിതാവശ്യങ്ങൾ എങ്ങനെ നിവർത്തിക്കണമെന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു നാട് മുന്നോട്ട് പോകുന്നു. വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം ഒരു കേരളത്തെ കൈപ്പിടിച്ചുയർത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇവിടെ നിൽക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ എല്ലാ നയങ്ങൾക്കുമെതിരായി, ജനക്ഷേമ പദ്ധതികൾക്കെതിരായി, ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവൺമെൻറ് പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ തത്വങ്ങളെയും അതിൻ്റെ മുദ്രാവാക്യങ്ങളെയും അതിൻ്റെ കാഴ്ചപ്പാടിനെയും എല്ലാം ചവിട്ടിയരക്കുന്ന രീതിയിലുള്ള ചില ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെ തമ്മാടിത്തത്തിന് ഇന്ന് കഴിഞ്ഞ 12 ദിവസമായി ധീരമായി പോരാടിയ കടുത്ത വയലിനെയും അവഗണിച്ചുകൊണ്ട് നടത്തിയ CPIM-ന്റെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയം കണ്ട സുദിനമാണ് ഇന്ന്. ഞങ്ങൾ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്, പറയാത്തത് വല്ലതുണ്ടോ? സഖാവ് ചടയൻ ഗോവിന്ദനെ ഓർക്കേണ്ട ദിവസമാണെന്ന്. സഖാവ് EMS ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരരംഗത്തിറങ്ങിയ ചടയൻ ഗോവിന്ദൻ ഞങ്ങൾക്ക് മാതൃകയാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇടതുപക്ഷ മുന്നണിയാകട്ടെ വലതുപക്ഷ മുന്നണിയാകട്ടെ ജനങ്ങൾക്കെതിരായി, ജനങ്ങളുടെ എതിരായി സാമാന്യ നീതി ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ദുഷ്പ്രഭുക്കൾക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഇനിയും നാട്ടിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ആ ഉയർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ചരിത്രത്തിൽ തങ്കലിപികളാൽ കുറിക്കപ്പെടുന്ന ഒരു സുദിനമായി ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഈ സമരം എഴുതി ചേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.